ക്യാമറ ഇല്ലാത്തപ്പോൾ ഗോപിനാഥ് മുതുകാട് എന്ന് പറഞ്ഞ വ്യക്തി വേറൊരു ഡിഫറെന്റ് പേഴ്സൺ ആണ്. സോ ദാറ്റ് ഷോസ് ഇയാൾ ചെയ്യുന്നത് ഇയാൾക്ക് ബിസിനസ് മാത്രമാണ്. അയാൾക്ക് അതിലൊരു നന്മയില്ല. വാക്കുകളിൽ മാത്രം തേൻ പുരട്ടിയ നന്മയിലാണ് അയാൾ മുന്നോട്ട് പോകുന്നത്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല എന്ന് വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ഒരു സിനിമാക്കാരോ സെലിബ്രിറ്റീസോ ഇത് ടേക്കപ്പ് ചെയ്യുന്നില്ല. സാധാരണ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം ചാടിപ്പിടിച്ച് പല നടന്മാരും നടിമാരും ഒക്കെ വരും. അൽഫോൺസ് പുത്രൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ട് കണ്ടു. ഓക്കെ. അൽഫോൺസ് പുത്രൻ പോസ്റ്റിനകത്ത് കൃത്യമായിട്ട് പലരെയും കോട്ട് ചെയ്തിട്ട് നിങ്ങൾ ദയവ് ചെയ്തത് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അതിൽ മുഖ്യമന്ത്രി ഉണ്ട്, ഉമ്മൻചാണ്ടി സാറ് സണ്ണിനെ പറയുന്നുണ്ട്, ഗണേഷ് ഏട്ടൻ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിനെ പറയുന്നുണ്ട്, മേജർ രവി, പലരെയും കോട്ട് ചെയ്തിട്ടുണ്ട്. സോ ആകെ ഒരു അൽഫോൺസ് പുത്രന്റെ പോസ്റ്റ് മാത്രമാണ് ഞാൻ ഈ സെലിബ്രിറ്റി ലിസ്റ്റിൽ നിന്ന് ഞാൻ കണ്ടത്. സോ അറ്റ്ലീസ്റ്റ് ആ വ്യക്തിയെങ്കിലും ഇതിലൊരു എന്താ പറയുക ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി വേറൊരു മജീഷ്യൻ. ഓക്കെ. ഒരു മജീഷ്യൻ മുതുകാടിനെ വിളിച്ച് സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പ് ഒന്നുകൂടി ഉണ്ട്. അതും കൂടി ഇത് കൃത്യമായിട്ട് ഇവിടെ പ്ലേ ചെയ്തേ പറ്റൂ. ഹലോ ഹലോ, മുതുകാട് സാറല്ലേ? അതെ, ഷഹബാസ് ആണ് വിളിക്കുന്നത്, ചെറുപ്പശ്ശേരി. ആ ഷഹബാസ്. സുഖം തന്നെയാണോ? ആ സുഖം തന്നെ, സുഖം തന്നെ. വീട്ടിലാണോ? ഏതാ? വീട്ടിലാണോ? അല്ലല്ല, ഞാൻ പ്ലാനറ്റിലാണല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ വിളിച്ചതേ, എന്റെ ഒരു പുതിയ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, മാജിക് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടേ. അപ്പൊ അതില് സാറിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റും, ഒരു 30 സെക്കൻഡ്. ഞാനിപ്പോ മജീഷ്യൻ ഒന്നും അല്ലല്ലോ. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അത് വേണ്ട, ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടാറില്ല. ഒരു 30 സെക്കൻഡ്. അല്ല, ഞാൻ അങ്ങനെ മാജിക്കിന്റെ കാര്യത്തിൽ ഇടപെടാറില്ല, അതുകൊണ്ടാണ്. അതിപ്പോ ഞാൻ ചെയ്യുന്നില്ലേ? ഇല്ല, ഞാൻ ഷോ ചെയ്യുന്നില്ല. അല്ല, എന്തെങ്കിലും ആശംസ അറിയിക്കാൻ പറ്റും? ആശംസ അറിയിച്ച വീഡിയോ ഞാൻ പറഞ്ഞു, ഞാൻ മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല, ചെയ്യാറില്ല. ഇല്ലല്ലേ? കേട്ടോ. നടക്കട്ടെ, എല്ലാവിധ ഭാവങ്ങളും. ഓക്കെ, താങ്ക് യു. ഈ ഫോണ് വിളിച്ച് ഒരു 30 സെക്കൻഡ് വീഡിയോ തരുമെന്ന് ചോദിച്ച് കെഞ്ചുന്ന വ്യക്തിയും മുതുകാടും തമ്മിലൊക്കെ കൃത്യമായിട്ട് അറിയുന്നവരാണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു കാലഘട്ടത്തിൽ മജീഷ്യന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പല പ്രൊജക്റ്റുകളുമായിട്ട് നടന്നിരുന്ന മുതുകാട് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോ ഈ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ മാജിക് പഠിപ്പിക്കാനും മാജിക്കിലൂടെ അവരുടെ അസുഖത്തിൽ അവർക്കൊരു റിലീഫ് കൊണ്ടുവരാനും അതിലൊരു സയൻസ് ഉണ്ട് എന്നുള്ള കണ്ടുപിടുത്തം നടക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങിയ ഒരു മനുഷ്യന് ഒരു മാജിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോ 30 സെക്കൻഡ് ആശംസ പറയാൻ ചോദിക്കുമ്പോൾ ഞാൻ മാജിക്കുമായിട്ടൊരു ബന്ധമില്ല, എനിക്ക് തരാൻ പറ്റില്ല, ഞാൻ മാജിക് നിർത്തി, അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റില്ല. ഒരുപാട് കാലം മാജിക്കിലൂടെ നേടിയെടുത്ത ഫെയിമും പണവും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ റിട്ടേൺസ് ഉണ്ടാക്കാമെന്നുള്ള ചിന്താഗതി, അപ്പോൾ അതിനുള്ള മാർഗത്തെപ്പറ്റി അദ്ദേഹം കുലങ്കഷമായി ചിന്തിച്ചപ്പോൾ കിട്ടിയത് തന്നെയാണ് ഈ ചാരിറ്റി, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട് അല്ലേ, മാജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ നിർത്തി, പക്ഷേ അദ്ദേഹം ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഇതേപോലെ ഓട്ടിസം ബാധിച്ച അതിൽ നിന്ന് ഏബിളായിട്ടുള്ള അല്ലെങ്കിൽ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി ആ കുട്ടികളെ കൊണ്ട് ഫണ്ട് റൈസിങ് നടത്തി ആ കുട്ടികളെ കൊണ്ട് നടത്തുന്ന മാജിക്ക്, എന്നിട്ട് അദ്ദേഹം പച്ചയ്ക്ക് പറയുന്നു ഞാൻ മാജിക്കും പരിപാടികളൊക്കെ നിർത്തിയെന്ന്. അപ്പോൾ കാര്യം പകൽ പോലെ വ്യക്തമാണ്, ഇതൊരു ബിസിനസ് മാത്രമാണ്. അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അദ്ദേഹം പറ്റിയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അതിന് ഈ പറഞ്ഞ പോലെ അവരുടെ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ അമ്മമാരോടൊക്കെ ഒരു മാപ്പപേക്ഷയൊക്കെ ആവാം, മനുഷ്യരല്ലേ, തെറ്റ് പറ്റാം, ആരും ദൈവങ്ങളല്ല അല്ലേ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന നന്മ മരങ്ങളാകുന്ന ചാരിറ്റി പ്രവർത്തകരെ പോലെ അല്ലെങ്കിൽ അത്രത്തോളം തരം താഴാതെ നമുക്കറിയാം എന്താണ് നമുക്ക് ചുറ്റും സംഭവിക്കുന്നത്, എന്താണ് നടക്കുന്നത് എല്ലാം തന്നെ അല്ലേ. പഴയ കാലഘട്ടമൊന്നുമല്ല, ആളുകളുടെ ചിന്താഗതികൾ, ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു. ഇനിയിപ്പോൾ ദോഷൈക ദൃക്കുകൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാം
ഇത് കൃത്യമായ ബിസിനസ് തന്നെയാണ്. ഒന്നും നേടാനല്ലാതെ ആളുകൾ വിത്തെറിയില്ലല്ലോ. തീർച്ചയായിട്ടും അപ്പോൾ ഇതേപോലുള്ള വിമർശനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ മുതുകാടിനോട് പറയാനുള്ളത് വിമർശനങ്ങളെ പൂച്ചെണ്ടുകളാക്കൂ, ധൈര്യസമേതം മുന്നോട്ട് പോകും. ഗുഡ് ലക്ക്.